ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്മൂത്തീസിനെ കുറിച്ചാണ്. സ്മൂത്തീസ് ഇപ്പം വളരെ കോമൺ ആയിട്ട് എല്ലാവരും വെയിറ്റ് ലോസ് ഡയറ്റിലും വെയിറ്റ് ഗെയിൻ ഡയറ്റിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആയിട്ട് ഉണ്ടാക്കാം. അധികം കുക്കിംഗ് ടൈം ഇല്ല, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു ഗോ ടു ഓപ്ഷനാണ് സ്മൂത്തീസ്. പക്ഷെ സ്മൂത്തീസ് കഴിക്കുമ്പം ഈവൻ നമ്മുടെ ക്ലയൻസിലാണെങ്കിൽ പോലും കണ്ടുവരുന്ന ഒരു ഡൗട്ടാണ്, ഇതൊരു ബാലൻസ്ഡ് മീലാണോ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഇത് കുടിക്കുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയി പോകും, നമ്മുടെ കലോറി ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ടോ. ചിലരുടെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തീസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് അതിനകത്ത് ആഡ് ചെയ്യുമല്ലേ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 3 സ്മൂത്തീസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ സ്മൂത്തീസ് നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ എന്നും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, സ്മൂത്തീസ് നമുക്ക് എന്താ പറയാ, പോർഷൻ കൺട്രോൾ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സ്മൂത്തീസ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്മൂത്തി. നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ കൂട്ടാം, ചില ഇൻഗ്രീഡിയൻസ് കുറയ്ക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് കലോറി വാല്യൂ കുറയ്ക്കാനും അതുപോലെ തന്നെ പോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് എല്ലാവർക്കും ഒരു ഗോ ടു ഓപ്ഷൻ ആവുന്നത്. വേഗം തന്നെ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് സ്മൂത്തി. മറ്റൊന്ന്, എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഇതൊരു ബാലൻസ്ഡ് മീൽ ആണോ എന്നുള്ളൊരു കാര്യം. അപ്പൊ നമുക്ക് ഒരു സ്മൂത്തി, ഒരു ജസ്റ്റ് ഒരു നോർമൽ സ്മൂത്തി, ഒരു ബാലൻസ്ഡ് മീൽ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളിപ്പം സ്മൂത്തീസിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നുകിൽ യോഗട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നുകിൽ വാട്ടർ ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ മിൽക്ക് ബേസ് ആയിട്ടായിരിക്കും സ്മൂത്തി ഉണ്ടാക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കോക്കനട്ട് വാട്ടറോ ആൽമണ്ട് മിൽക്കോ അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട്. അതിനുശേഷം നമ്മൾ സ്മൂത്തിയിൽ ഒരു ടോപ്പിംഗ് ആയിട്ട് ചിലപ്പം ചിയാ സീഡ്സ് സോക്ക് ചെയ്തത് ചേർക്കാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നട്ട്സ്, സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഹണി ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഈ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു, നമുക്ക് നല്ലപോലെ ഫൈബർ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ചിയാ സീഡിന്റെ ഒരു ടോപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫൈബർ ആൻഡ് എക്സ്ട്രാ പ്രോട്ടീൻ ആയി. ഇനി ഒരു പ്രോട്ടീൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ യോഗട്ട് അതിനകത്ത് ആഡ് ചെയ്യും പ്രോട്ടീനിന് വേണ്ടി, അതല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടാണ് അധികം ഈ ഒരു സ്മൂത്തീസ് ഉണ്ടാക്കാറ്. ഞാനും പ്രോട്ടീൻ പൗഡർ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മീലും കൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഹെൽത്തി ഫാറ്റ്സിലോട്ട് വരികയാണെങ്കിലോ അതിനകത്ത് നട്ട്സ്, സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വീറ്റ്നെസ്സിനാണെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസോ പഞ്ചസാരയോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒന്നുകിൽ ഡേറ്റ്സ് അല്ലെങ്കിൽ ഹണി, ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഹൈഡ്രേഷൻ പാർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ഇത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ മീലാണ് സ്മൂത്തീസ് എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സ്മൂത്തി. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് അല്ലേ. അപ്പൊ ബ്ലെൻഡ് ചെയ്ത് കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്വിക്ക് എനർജി തരും. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്മൂത്തീസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, പെട്ടെന്ന് ഒരു ക്വിക്ക് എനർജി ബൂസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഡൈജഷനും കുറച്ച് സ്മൂത്ത് ആയിരിക്കും. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡിക്ക് നമ്മൾ കുടിക്കുന്ന സ്മൂത്തിനെ ഡൈജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറെ നേരം നമ്മുടെ വയറ് ഫില്ലിംഗ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, കാരണം ഫൈബർ റിച്ച് ആയിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടും ആണ് നമ്മൾ ഒരു സ്മൂത്തി കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് ഒരുപാട് നേരം ഫില്ലിംഗ് ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ ഇടനേരത്തെ ചിലപ്പോൾ നമുക്കൊരു സ്നാക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യാനായിട്ട്, ലഞ്ചിന്റെ ടൈം വരെ സർവൈവ് ചെയ്യാനായിട്ട് ഒരു കംപ്ലീറ്റ് സ്മൂത്തിനെ കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേഷൻ പാർട്ടാണ്. ഇതൊരു ലിക്വിഡ് ബേസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും സ്മൂത്തീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട, നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് സ്മൂത്തി എന്ന് പറയുന്നത്. ഒരു ബാലൻസ്ഡ് മീലാണ്. പക്ഷേ ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യോ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും ആയിട്ട് സ്മൂത്തീസ് കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന്റെ ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്മൂത്തി നോക്കുകയാണെങ്കിൽ, ഒരു ഫ്രൂട്ട് ബേസ് ആയിട്ടുള്ള ഒരു സ്മൂത്തി ആണെങ്കിൽ അതിനകത്ത് ഫ്രൂട്ട് നമ്മൾ ആഡ് ചെയ്യും, മിൽക്ക് നമ്മൾ ആഡ് ചെയ്യും, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ബേസ് ആയിട്ടുള്ള ചിലപ്പോൾ യോഗട്ടോ അല്ലെങ്കിൽ പ്രോട്ടീനോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ സ്മൂത്തിക്ക് ഏകദേശം ഒരു 150 to 200 കലോറീസ് ആണ് വരിക. പക്ഷെ നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇപ്പൊ നമ്മളൊരു നല്ല കംപ്ലീറ്റ്, ഇതിപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 150 to 200 പിന്നെ കലോറീസ് വരുന്ന ഒരു സ്മൂത്തി നമുക്ക് വേണമെങ്കിൽ സ്നാക്ക് ടൈമിൽ കഴിക്കാം. അത് ആ സമയത്ത് അത്രയും നമുക്ക് കലോറീസ് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളൊരു കംപ്ലീറ്റ് മീൽ ആയിട്ട്, അതായത് ഒരു ലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത്
റിച്ച് ആയിരിക്കണം, ന്യൂട്രിയൻ റിച്ച് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്യും. നട്ട്സ്, സീഡ്സ്, ഡേറ്റ്സ്, മിൽക്ക്, പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീൽ ആയിട്ടായിരിക്കും നമ്മൾ സ്മൂത്തീസ് മോർണിംഗും ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഏകദേശം ഒരു 300 ടു മേ ബി ഒരു 500 കാലറീസ് വരെ നമ്മുടെ സ്മൂത്തീസിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എപ്പോഴും അളന്ന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് തന്നെ ഒരു സ്മൂത്തിക്ക് എത്ര കാലറി ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനാവും. പക്ഷെ നമ്മൾ സാധാരണ ഒരു മീൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് സാധിച്ചൊന്നും വരില്ല. കാരണം ഓയിലിന്റെ അളവ് കൂടിപ്പോയി എന്ന് വരാം, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂടിപ്പോയി എന്ന് വരാം. പക്ഷെ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ അളന്നെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോപ്പർ ഏകദേശം ഒരു ഓൾമോസ്റ്റ് കലറി എത്രയാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു 400-500 കലോറീസ് ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഒരു കലറി ബഡ്ജറ്റിനുള്ളിൽ തന്നെ ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന സ്മൂത്തിയുടെ കലറി ഇൻടേക്കും. അപ്പൊ അത് കൂടുതലാണെങ്കിൽ, അതായത് സർപ്ലസ് കലോറിയാണ് വരുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് ഏകദേശം ഒരു ഓൾമോസ്റ്റ് എത്ര കലോറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം. സ്മൂത്തീസ് ഹെൽത്തി ആണ്, അല്ലെങ്കിൽ സ്മൂത്തീസ് വെള്ളം പോലെയല്ലേ, നമുക്കത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിച്ച് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെയിറ്റ് ഗെയിനായിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് കലറി കൗണ്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സ്മൂത്തീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കിച്ചൺ സ്കെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് എത്ര ഗ്രാംസ് വേണം എന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് വരും. ഒരു 3 ഡേറ്റ്സ്, പിന്നെ അല്ലെങ്കിൽ ഒരു 3-4 നട്ട്സ് യൂസ് ചെയ്യുക. പിന്നെ യോഗട്ട് ആണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ യോഗട്ട് നമുക്ക് എടുക്കാം. ഒരു പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിൽ തന്നെ ഏകദേശം ഒരു 25 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും. ആ രീതിയിൽ കഴിക്കാം. പിന്നെ നമ്മൾ ഫ്രൂട്ട് എടുക്കുമ്പോൾ ഫ്രൂട്ടിന് വലിയൊരു ഇഷ്യൂ വരുന്നില്ല, കാരണം അധികം കാലറീസ് വരുന്നില്ല. ഫ്രൂട്ടായിട്ട് അധികം ആൾക്കാരും എടുക്കുന്നത് ബനാന ആയിരിക്കും. അപ്പൊ ബനാന എടുക്കുമ്പോൾ കഴിയുന്നത് നമുക്ക് ഈ റോബസ്റ്റ ബനാന പോലെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബനാനസ് എടുക്കാം, അല്ലെങ്കിൽ ചെറുപഴം നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിലും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും, പപ്പായ, ഗോവ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബെറീസ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടാനായിട്ടും കൂടുതൽ ഫൈബർ കണ്ടന്റിനുമായിട്ടാണ് നമ്മൾ ഓട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്സ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഓട്സ് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അതിനകത്തുള്ള ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് ഒക്കെ റിലീസ് ആവും. കാരണം ചിലർക്കൊക്കെ ഓട്സ് നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ, പച്ചയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിക്കുകയല്ല, അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് സോക്ക് ചെയ്തിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക എന്തെങ്കിലും ഒരു ലിക്വിഡ് ആയിരിക്കും. അധികവും വാട്ടറിൽ തന്നെയായിരിക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ മിൽക്ക് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 150 ml മിൽക്ക് മാത്രം നിങ്ങൾ എടുത്താൽ മതിയോ. അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് വാട്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഞാൻ അധികം, അതായത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് വാട്ടർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം എന്റെ പ്രോട്ടീൻ പൗഡർ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, GXന്റെ വേ പ്രോട്ടീൻ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മാംഗോ ഫ്ലേവർ ആണ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പാല് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് എക്സ്ട്രാ മിൽക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ അത് യൂസ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ എന്റെ സ്മൂത്തി ഉണ്ടാക്കാറ്. അപ്പൊ ആ ഒരു പാലിന്റെ കലോറീസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നട്ട്സും സീഡ്സും യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്ട്രാ ഒരുപാട് കലോറീസ് വന്നു പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് നട്ട്സ് മാത്രം യൂസ് ചെയ്യാം. മേ ബി ഒരു 6 ആൽമണ്ട്സ്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു സീഡ്സ് ആണെങ്കിൽ കുറച്ച് ഒരു പിടി സീഡ്സ് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഇങ്ങനെ ടോപ്പിംഗ് ആയിട്ട് ഇടാം. പിന്നെ ചിയാ സീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിയാ സീഡും കലറി റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ കലറി ഡെൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, പക്ഷെ അതിനകത്ത് കലറീസും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ടീസ്പൂണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് ഏകദേശം 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചിയാ സീഡ് ഒരു ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ കലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വെയിറ്റ് ലോസ് ഓപ്ഷൻ ആണ് സ്മൂത്തീസ് എന്ന് പറയുന്നത്. ഇനി എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 സ്മൂത്തീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്മൂത്തി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് തന്നെ, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റാഗി ബനാന സ്മൂത്തി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ റാഗി ഇത് കുറച്ച് എന്താ സാധാരണ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചധികം ടൈം എടുക്കും റാഗി ബനാന സ്മൂത്തി ഉണ്ടാക്കാൻ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീലാണ്. റാഗി നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. അതിനകത്ത് ശർക്കരയും അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾ കുറുക്കിയെടുക്കുക. ഇപ്പൊ കുക്ക് ചെയ്തിട്ടുള്ള റാഗി ഒരു 4 ടേബിൾ സ്പൂൺ വരെ മാത്രമേ നമുക്ക് ഈ സ്മൂത്തിക്ക് വേണ്ടി വരുള്ളൂ. പിന്നെ നമുക്ക് ഒരു ബനാന യൂസ് ചെയ്യാം. അത് നമുക്ക് വേണ്ടി നേന്ത്രപ്പഴം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോബസ്റ്റ അല്ലെങ്കിൽ കുഞ്ഞിപ്പഴം ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ്സ്, 1-2 മാക്സിമം 3 ഡേറ്റ്സ് വരെ ചേർക്കാം. ഇനി നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ അതിനകത്ത് ആഡ് ചെയ്യാം. അതല്ല പ്രോട്ടീൻ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗട്ട് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ എന്താ പറയുക പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഒരു 2 to 3 ടേബിൾ സ്പൂണ് യോഗട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ മിൽക്കോ ഉപയോഗിച്ചിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അവസാനം കുറച്ച് നട്ട്സ് അതിന് മുകളിൽ തൂവുക, വേണമെങ്കിൽ കുറച്ച്
സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡും അതിന് മുകളിൽ തൂവുക. ശരിക്കും നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്മൂത്തിയാണ് റാഗി ബനാന സ്മൂത്തി. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്സ് ബനാന സ്മൂത്തിയാണ്. ഈ ഓട്സ് ബനാന സ്മൂത്തി, ഓട്സ് ആപ്പിൾ സ്മൂത്തി, ഓട്സ് പപ്പായ സ്മൂത്തി, ഓട്സ് ബെറി സ്മൂത്തി, അങ്ങനെ പല രീതിയിൽ ഓട്സ് നമുക്ക് എന്താ പറയാ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഏത് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും നമുക്ക് ലോക്കലി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്തായിരിക്കും? ബനാന ആയിരിക്കും, റോബസ്റ്റ ബനാന. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും എന്റെ സ്മൂത്തിക്ക് വേണ്ടി യൂസ് ചെയ്യാറ്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഓട്സ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ഒരു ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഓട്സ് ഒന്നുകിൽ സോക്ക് ചെയ്ത് വെക്കുക, ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക. ബനാന ഒരു ചെറിയൊരു മീഡിയം സൈസ് ബനാന നമുക്ക് ചോപ്പ് ചെയ്തിടാം. അതിനകത്ത് നമുക്ക് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചിയാ സീഡ് അതിനകത്ത് തന്നെ ആഡ് ചെയ്യാം. ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യാനെല്ലാം പറഞ്ഞത്, ജസ്റ്റ് ഇതിനകത്ത് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യാം. മിൽക്ക് ബേസ് ആയിട്ട് കുടിക്കണം എന്നുള്ളവർ ഒരു 150 ml മിൽക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറോ ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ടോപ്പിംഗ് ആയിട്ട് കുറച്ച് നട്ട്സും സീഡ്സും ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്മൂത്തി റെഡിയാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് റാഗി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്, രണ്ടാമത്തത് ഓട്സ് ഫ്രൂട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇനി നമ്മൾ വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. പക്ഷെ ഇത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതല്ല, കാരണം എനിക്ക് വെജീസിനെക്കാളും കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സ് ബേസ് ആയിട്ടുള്ള കഴിക്കാനാണ്. പക്ഷെ എപ്പോഴെങ്കിലും നമുക്കൊരു ചേഞ്ചിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ബേസ് ആയിട്ടുള്ള സ്മൂത്തീസ് ഉണ്ടാക്കാം. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഓട്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ബീട്രൂട്ട് ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ പച്ചക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ടാണെങ്കിൽ ആ രീതിയിൽ എടുക്കാം. അതിനകത്ത് നമുക്ക് യോഗട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യാം. പ്രോട്ടീൻ പൗഡർ വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ബേസ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റിയർ. അപ്പം മിൽക്ക് ഒരു 150 ml മിൽക്ക് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അവസാനം ഒരു ടോപ്പിക്കിനായിട്ട് നമുക്ക് നട്ട്സും സീഡ്സും ആഡ് ചെയ്യാം. പിന്നെ ഇതിന് മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഡേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവസാനം ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്. ഇതും ഒരു കംപ്ലീറ്റ് മീലാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റാവുന്നതാണ്. ഇടയ്ക്ക് നമുക്ക് ഫ്രൂട്ട് ബേസ് ആയിട്ടുള്ളതും ഓട്സ് ബേസ് ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ട് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെജി ബേസ്ഡ് ആയിട്ടുള്ള സ്മൂത്തീസ് കഴിച്ചു നോക്കാം. അപ്പൊ ഈ 3 സ്മൂത്തീസ് ആണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. കുക്കിംഗ് ടൈം വളരെയധികം കുറവാണ്. ഡയറ്റ് ചെയ്യാൻ ടൈം ഇല്ല, അല്ലെങ്കിൽ ഡയറ്റിൽ പറയുന്ന ഫുഡ് ഉണ്ടാക്കാൻ ടൈം ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈസി ഓപ്ഷൻ ആണ് ഇത്. കാരണം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ രാത്രി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് രാവിലെ നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാലൻസ്ഡ് മീലാണ് സ്മൂത്തീസ്. നമുക്ക് ഒരുപാട് നേരം നമ്മൾ ഫില്ലിംഗ് ആക്കി കീപ്പ് ചെയ്യാനും ഒരുപാട് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന ഫുഡ് ഓപ്ഷൻസ് ആണ് സ്മൂത്തീസ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ പലതരത്തിലുള്ള സ്മൂത്തീസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ തന്നെ സ്വയമായിട്ട് ഒരുപാട് സ്മൂത്തീസ് ഇൻവെന്റ് ചെയ്യാറോ പോലും ഉണ്ട്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മൂത്തീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മൂത്തീസ് എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്, കാരണം അത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.